ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിൽ എയിംസ് വന്നിരിക്കും. കേരളത്തിൽ എയിംസ് വരിക എന്നുള്ളത് അത് അതിൻ്റെ ഒരു എന്താണ് ഓർഗാനിക്കായിട്ട് വരുന്നത് തന്നെ. അത് ആരുടെയും കഴിവും മികവും കൊണ്ടല്ല, ഓർഗാനിക്കായിട്ട് തന്നെ കേരളത്തിലേക്കൊരു എയിംസ് വരും. അതിനകത്ത് 2015 മുതലുള്ള നിലപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. കേരളത്തിനാണ് ലഭിക്കേണ്ടത്, അതല്ല. അത് ആലപ്പുഴയ്ക്കില്ലെങ്കിൽ പിന്നെ അവകാശപ്പെട്ടത് തൃശ്ശൂരിന് തന്നെയാണ്. തൃശ്ശൂർ MP അല്ലെങ്കിൽ തൃശ്ശൂരിന് പ്രഥമ പരിഗണന എയിംസിൽ കൊടുക്കണമെന്നൊരു അഭിപ്രായത്തിൽ ചെന്ന് അങ്ങനെയല്ലല്ലോ, ഞാനത് പറഞ്ഞിട്ടേ ഇല്ലല്ലോ, ഇലക്ഷന് മുമ്പും പറഞ്ഞിട്ടില്ലല്ലോ. കേരളത്തിൻ്റെ MP ആയിരിക്കും എന്നല്ലേ പ്രസംഗിച്ചത് മുഴുവൻ. വേണ്ടി പ്രാർത്ഥിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാരണങ്ങൾ കൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട വർഷമാണ്. എല്ലാവർക്കും, ലോകത്തുള്ള എല്ലാവർക്കും പുതിയ പുതിയ നിശ്ചയങ്ങളെടുത്ത് രാജ്യം വഴി ലോകത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി എല്ലാവർക്കും പ്രവർത്തിക്കുവാനും വിജയം മാത്രം വരിക്കുവാനുമുള്ള ഒരു അവസ്ഥ ഉണ്ടാവട്ടെ. ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹാപ്പി ന്യൂ ഇയർ. പുതുവത്സരാശംസകൾ എൻ്റെയും എൻ്റെ കൂടെ. ഒരു പദ്ധതി ഈ വർഷം നമുക്ക് പ്രോജക്റ്റ് നമുക്ക് എന്ത് പറയാൻ കഴിയും? അല്ല, അതൊന്നും ഇപ്പോൾ പറയണ്ട. ബജറ്റിൽ പറഞ്ഞിട്ട് പിന്നെ അതില്ലാതാക്കണ്ട. ഒരു പ്രോജക്റ്റ് പറഞ്ഞത് ഇല്ലാതാക്കിയത് അറിയാവില്ലല്ലേ. അതിൻ്റെ രേഖയൊക്കെ ഞാൻ തരാം, ഫോറൻസിക്. പക്ഷേ അതിന് പകരം ഇപ്പോൾ അതിനേക്കാൾ വലിയൊരു പ്രോജക്റ്റ് എനിക്ക് അമിത്ഷാജി തന്നിട്ടുണ്ട്. അതിനവർ സ്ഥലം തരുമെന്ന് നോക്കട്ടെ. ഇപ്പോൾ പ്രധാനമന്ത്രി 45 ദിവസം തിരുവനന്തപുരത്ത് വരുമല്ലോ. സ്വാഭാവികമായിട്ടും വലിയൊരു പ്രഖ്യാപനം ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ. എയിംസിൻ്റെ കാര്യത്തിലൊക്കെ അല്ല, അതൊക്കെ പ്രധാനമന്ത്രി പറയട്ടെ. അത് പ്രധാനമന്ത്രി പറയട്ടെ. അദ്ദേഹം എയിംസ് പ്രഖ്യാപിക്കാനല്ലല്ലോ വരുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് സ്മാർട്ട് സിറ്റി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്വപ്നം പൂർണ്ണമായി നടപ്പിലാക്കപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിലേക്കുള്ള കാര്യങ്ങൾ പറയാനാണ്. കോർപ്പറേഷനെ സംബന്ധിച്ചാണ് വരുന്നത്. ബജറ്റിൽ നമുക്ക് തൃശ്ശൂരിന് മാത്രമേ എന്തെങ്കിലും വലിയൊരു പ്രതീക്ഷ വയ്ക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിൽ എയിംസ് വന്നിരിക്കും. കേരളത്തിൽ എയിംസ് വരിക എന്നുള്ളത് അത് അതിൻ്റെ ഒരു എന്താണ് ഓർഗാനിക്കായിട്ട് വരുന്നത് തന്നെ. അത് ആരുടെയും കഴിവും മികവും കൊണ്ടല്ല, ഓർഗാനിക്കായിട്ട് തന്നെ കേരളത്തിലേക്കൊരു എയിംസ് വരും. അതിനകത്ത് 2015 മുതലുള്ള നിലപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. കേരളത്തിനാണ് ലഭിക്കേണ്ടത്, അതല്ല. അത് ആലപ്പുഴയ്ക്കില്ലെങ്കിൽ പിന്നെ അവകാശപ്പെട്ടത് തൃശ്ശൂരിന് തന്നെയാണ്. തൃശ്ശൂർ MP അല്ലെങ്കിൽ തൃശ്ശൂരിന് പ്രഥമ പരിഗണന എയിംസിൽ കൊടുക്കണമെന്നൊരു അഭിപ്രായത്തിൽ ചെന്ന് അങ്ങനെയല്ലല്ലോ, ഞാനത് പറഞ്ഞിട്ടേ ഇല്ലല്ലോ, ഇലക്ഷന് മുമ്പും പറഞ്ഞിട്ടില്ലല്ലോ. കേരളത്തിൻ്റെ MP ആയിരിക്കും എന്നല്ലേ പ്രസംഗിച്ചത് മുഴുവൻ. ജയിച്ചു വന്നാൽ തൃശ്ശൂർക്കാർ വഴി കേരളത്തിന് ലഭിക്കുന്ന MP ആയിരിക്കും എന്നല്ലേ ഞാനന്ന് പറഞ്ഞു. നിങ്ങൾ പഴയതെല്ലാം എടുത്തിട്ട് കാണിക്കുന്നവരല്ലേ, ഒന്ന് എടുത്തിട്ട് കാണിക്കുക. പറഞ്ഞ കാര്യങ്ങളിലെല്ലാം നല്ല നിശ്ചയം എനിക്കുന്നു. ശബരിമലയിൽ CPM നേതാക്കളെ വിട്ട് അടൂർ പ്രകാശിലേക്ക് കൂടി SIT അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. സ്വാമിയെ ശരണമയ്യപ്പ.